എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്രനും ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. ഇവിടെ ഈ ഒരു കാര്യം നിങ്ങളിപ്പോൾ ഈ സമയം മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടത്, വ്യാഴത്തിൻ്റെ വക്രഗതി മാറി വ്യാഴം നേർരേഖയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ഈ വ്യാഴവും ശുക്രനും ചേർന്ന് പരിവർത്തന യോഗം സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ആകെ 27 നക്ഷത്രക്കാരിൽ വെച്ച് 6 രാശികളിലായി വരുന്ന നക്ഷത്രക്കാർക്ക് ഇനി പറയാൻ പോകുന്ന ആനുകൂല്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഈ വ്യാഴ ശുക്ര ബാന്ധവം മൂലം സംജാതമാകുന്നതാണ്. അവ യഥാക്രമം ധനം, സമ്പാദ്യം, സന്തോഷം, കുടുംബസുഖം, ആത്മീയ സുഖം, അതിനോടൊപ്പം കാര്യവിജയം, വിദ്യാഗുണം, മത്സരവിജയം, സന്താന ഗുണം തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങൾ ഇതിൽ പറയാൻ പോകുന്ന 6 രാശികളിലായി വരുന്ന നക്ഷത്രക്കാർക്ക് അനുഭവത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രവുമല്ല, ഈ 2025 മെയ് മാസം 14 വ്യാഴത്തിൻ്റെ സമ്പൂർണ്ണ രാശി മാറ്റത്തോടു കൂടി ഇതിൽ പറയാൻ പോകുന്ന ഫലങ്ങൾ നിങ്ങൾക്ക് അച്ചിട്ടായി അനുഭവത്തിലേക്ക് വരുമെന്ന കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. ഇത് ഇത്ര കൃത്യമായി പറയാൻ കാരണം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വ്യാഴമാറ്റത്തിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മളൊരു 3 മാസം മുൻപ് 2025 വ്യാഴമാറ്റത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് അതിൽ പ്രതിപാദിക്കാത്ത ഗ്രഹമാറ്റങ്ങളെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് എന്ന് സാരം. അപ്പോൾ അതുപ്രകാരം നോക്കുമ്പോൾ 12 രാശികളിൽ വെച്ച് ആദ്യത്തെ രാശി മേടം രാശി. ഇതിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ 2ാം ഭാവത്തെയാണ് വ്യാഴം സ്വാധീനിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യാധിപനായ വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യഭാവത്തിലാണ്. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് ധനമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വിലമതിപ്പുള്ള മറ്റു ഭൗതിക വസ്തുക്കളോ നിങ്ങൾക്ക് വന്നു ചേരാനുള്ള യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന വാദപ്രമേഹ രോഗങ്ങളെല്ലാം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് അസ്വസ്ഥതകളെല്ലാം വളരെ വലിയ അളവിൽ കുറവ് വരുന്നതായിട്ട് കാണാം. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് എല്ലാം ഇതോടുകൂടി പരിഹരിക്കപ്പെടും. ഈ സമൂഹത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും ഈ സഹപ്രവർത്തകരുമായി രമ്യതയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇന്നു മുതൽ അവസരങ്ങൾ സംജാതമാകും. ഈ കർമ്മ നേട്ടങ്ങളും ദൂരയാത്രകളും അതോടൊപ്പം സഫലമാകുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ശത്രുശല്യം പരിപൂർണമായി ഒഴിഞ്ഞു പോകാനും അതിനെ തുടർന്ന് നല്ല മനസമാധാനവും സ്വസ്ഥതയും വന്നു ചേരാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അടുത്ത രാശി ഇടവൻ രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ കാർത്തിക, രോഹിണി, മകീര്യം. ഇപ്പോൾ ജന്മരാശിയിൽ ഈ വക്രഗതി മാറി നേർരേഖയിലെത്തിയ വ്യാഴം നിങ്ങൾ മേടം രാശിക്കാർക്ക് 11ാം ഭാവാധിപനാണ്. നിങ്ങൾക്ക് ഈ 11ാം ഭാവാധിപനായ വ്യാഴവും രാശ്യാധിപനായ ശുക്രനും കൂടി പരിവർത്തന യോഗം സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജന്മരാശിയിൽ ഈ വ്യാഴം സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആത്മജ്ഞാനം വർദ്ധിക്കുകയും ബുദ്ധിപൂർവം ഈ കാര്യങ്ങളെല്ലാം തിരഞ്ഞെടുത്ത് അത് വേണ്ട വിധം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക സാമർഥ്യവും ആത്മീയ ശക്തിയും കൈവരിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ഈ കുടുംബ സ്വത്ത് അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ ഒരു സ്വത്ത് അത് ക്രയവിക്രയങ്ങൾ ചെയ്യാനുള്ള ഒരു അപൂർവ അവസരം ഈ വ്യാഴമാറ്റത്തോടു കൂടി സംജാതമാകും എന്നാണ് കാണുന്നത്. മാത്രവുമല്ല, വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഈ വിവേകപരമായി കാര്യങ്ങളെ നോക്കിക്കാണാനും അത് ശരിയായ രീതിയിൽ നടപ്പിൽ വരുത്തുവാനുമുള്ള ഒരു ആർജവം ഉണ്ടായിത്തീരുന്നതാണ്. അതുപോലെ തന്നെ ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ഒരു ആത്മീയ ശക്തി നിങ്ങളിൽ പ്രകടമാകുന്നൊരവസ്ഥയാണ് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് സംജാതമാകുന്നത്. അതുമാത്രവുമല്ല, ഏതൊരു കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാലും അത് നിങ്ങൾ അധികം ആയാസപ്പെടാതെ തന്നെ നിങ്ങൾക്ക് വശപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം മുതൽ സംജാതമാകും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 5ാം ഭാവത്തിലേക്കും ഭാഗ്യഭാവത്തിലേക്കുമുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം നിങ്ങൾക്ക് നല്ല മനസമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് അഷ്ടമാധിപനും കൂടിയാണ് വ്യാഴം. അതുകൊണ്ട് തന്നെ തിരിച്ചു കിട്ടാനുള്ള ധനം അത് ഉറപ്പായിട്ടും നിങ്ങളുടെ പക്കൽ വന്നു ചേരും. ഒരു പക്ഷേ ലോൺ ചിട്ടി പോലുള്ള ധനമിടപാടുകളിൽ നിന്നും നിങ്ങൾ പണം ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് വയ്ക്കുക. അങ്ങനെ അതിൽ നിക്ഷേപിച്ചിട്ടുള്ള നിങ്ങളുടെ പണം നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു അപൂർവ അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഈ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി മിഥുനം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. മിഥുനക്കൂറുകാർക്ക് നിങ്ങളുടെ 7ാം ഭാവാധിപനും 10ാം ഭാവാധിപനുമായ വ്യാഴമാണ് 12ൽ വക്രത്തിൽ സഞ്ചരിച്ചപ്പോൾ നേർരേഖയിലേക്ക് വന്നിരിക്കുന്നത്.
ഇതിൽ വിദേശയാത്രയ്ക്ക് വേണ്ടി അവസരം നോക്കിയിരിക്കുന്ന ആളുകൾക്ക് സ്വദേശം വിട്ട് സഞ്ചരിക്കാനുള്ള യോഗം ഉണ്ടായിത്തീരും എന്നാണ് കാണുന്നത്. നിലവിലുള്ള തൊഴിലിൽ നിന്നും വരുമാനം കൂടുതലോ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റമോ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. ഒരു പക്ഷേ തൊഴിലിന് വേണ്ടി നിങ്ങൾ നിരവധി തവണ ശ്രമിച്ചിട്ടും അത് പരാജയപ്പെട്ടിരുന്ന ആളുകൾക്ക് വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി പതിയുന്നതോടുകൂടി തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചതുപോലുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കാൻ യോഗം കാണുന്നുണ്ട്. ഈ കച്ചവടങ്ങൾ, ധനമിടപാടുകൾ തുടങ്ങിയ ഇടപാടുകളിൽ നിന്നെല്ലാം അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അവർ പഠിച്ച വിഷയങ്ങളിൽ ഉപരിപഠനത്തിന് യോഗ്യത ഉണ്ടായിത്തീരും. ഇതിൽ മുതിർന്നവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നത് കൊണ്ട് കൂടുതൽ സമയം അതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് നല്ല സമാധാനവും സന്തോഷവും അനുഭവിക്കാനും യോഗമുണ്ടായിത്തീരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകുന്നത് കൊണ്ട് ആഡംബര ജീവിതം നയിക്കാൻ നിർബന്ധിതനായേക്കും എന്നാണ് കാണുന്നത്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് വേണ്ടി എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന വിവാഹം അല്ലെങ്കിൽ ബർത്ത്ഡേ പോലുള്ള മംഗളകർമ്മങ്ങൾക്കോ ഇനിയിപ്പോൾ മറ്റ് സുഹൃത്തുക്കളുടെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ വസതിയിൽ നടക്കുന്ന ഈ പറഞ്ഞ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഒന്നോ അതിലധികമോ വന്നു ചേരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. ഈ സ്വന്തം പേരിൽ വസ്തുവകകൾ സമ്പാദിക്കാൻ അവസരങ്ങൾ വന്നു ചേരാനും ഇതിനോടൊപ്പം യോഗം കാണുന്നുണ്ട്. നിങ്ങൾ ഈ ആരോഗ്യ സംബന്ധമായി അലട്ടിക്കൊണ്ടിരുന്ന ഉറക്കക്കുറവ് അല്ലെങ്കിൽ ക്ഷീണം പോലുള്ള അവസ്ഥകളെല്ലാം മാറി നല്ല മാനസിക ശാരീരിക ആരോഗ്യം കൈവരിക്കാൻ ഇന്നു മുതലും അതുപോലെ തന്നെ ഈ വ്യാഴമാറ്റത്തിന് ശേഷവും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബന്ധുക്കളുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ നിലനിന്നിരുന്ന തർക്കങ്ങളെല്ലാം അവസാനിപ്പിച്ച് വളരെ സന്തുഷ്ടമായിട്ടുള്ളൊരു സൗഹൃദ ബന്ധത്തിലൂടെ മുന്നോട്ട് പോകാൻ അവസരങ്ങൾ വന്നു ചേരും. ഈ കടബാധ്യതകൾ നല്ലൊരു പരിധിവരെ തീർത്തെടുക്കാനും നിങ്ങൾക്ക് അവസരം സംജാതമാകും. പ്രത്യേകിച്ചും നിങ്ങളുടെ കർമ്മരംഗത്ത് നോക്കുമ്പോൾ വിദേശയാത്രാനുമതിക്ക് വേണ്ടി കാത്തിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ ആഗ്രഹപ്രകാരം യാത്രാനുമതി ലഭിക്കാനുള്ള യോഗങ്ങളും കാണുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നത് കർക്കിടകൻ രാശി. ഇതിലെ പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് 6ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായ വ്യാഴമാണ് നിങ്ങളുടെ 11ാം ഭാവത്തിൽ നിന്നും ഇപ്പോൾ നേർഗതിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ അത് ഓരോന്നായി നിങ്ങൾക്ക് നടന്നു കിട്ടാനുള്ള യോഗമുണ്ടായിത്തീരും. അതുമാത്രവുമല്ല, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില മേഖലകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനോ അല്ലെങ്കിൽ ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകാനും അതിനെ തുടർന്ന് അതിൽ നിന്നും ശുഭവാർത്തകൾ ശ്രവിക്കാനും യോഗമുണ്ടായിത്തീരും. പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മരംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കൂട്ടു ബിസിനസ്സുകൾക്ക് യോഗം കാണുന്നുണ്ട്. അതായത് ഈ സഹപ്രവർത്തകരുമായി ചേർന്ന് പുതിയ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാനോ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ചില ബന്ധങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന ശുഭപ്രതീക്ഷകളെ നൽകുന്നൊരു ബന്ധമായിരിക്കുമെന്നാണ് രാശിഫലത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ കുടുംബ സ്വത്ത് രേഖാപരമായി ലഭിക്കാനോ അല്ലെങ്കിൽ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലമായി മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വസ്തു നിങ്ങളുടെ സ്വന്തം പേരിൽ അത് കരാറാക്കി എടുക്കാനോ നിങ്ങൾക്ക് യോഗങ്ങൾ വന്നു ചേരും. അതിനോടൊപ്പം സന്താനഭാഗ്യം, മക്കളുടെ വിദ്യാഭ്യാസത്തിൽ ഉയർച്ച, അതുമൂലം ആനന്ദം അനുഭവിക്കാനും നിങ്ങൾക്ക് അവസരങ്ങൾ സംജാതമാകുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന കഷ്ടതകളെല്ലാം അവസാനിക്കുകയും മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ജീവിത പങ്കാളിയെ കണ്ടുമുട്ടാനും അത് വിവാഹത്തിൽ എത്തിച്ചേരാനും യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് നിങ്ങളുടെ 11ാം ഭാവാധിപതിയായ ശുക്രനും ഭാഗ്യാധിപതിയായ വ്യാഴവും കൂടിച്ചേർന്ന് നിങ്ങൾക്ക് പരിവർത്തന യോഗം ഇപ്പോൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് വഴിക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ശരി ആ കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. ഇതിപ്പോൾ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് വ്യാഴമാറ്റത്തിലും ഇങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ആശയവിനിമയ ശേഷി പഴയതിൽ നിന്നും 10 മടങ്ങ് വർദ്ധിച്ചു കിട്ടാനുള്ള യോഗം തീർച്ചയായിട്ടും ഈ വ്യാഴമാറ്റത്തോടു കൂടി അന്ന് നിങ്ങൾക്ക്, അതായത് മെയ് 14 മുതൽ നിങ്ങൾക്ക് സംജാതമാകും. അതിനെ തുടർന്ന് പുതിയ കരാർ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനോ അല്ലെങ്കിൽ ഒന്നിലധികം ജോലിക്കാരെ വെച്ചുകൊണ്ട് പുതിയ ബിസിനസ് സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ നിങ്ങൾക്ക് യോഗമുണ്ടായിത്തീരും. ഇതിനോടൊപ്പം ഈ ദൂരദേശ യാത്രകളും ഇതിനോട് ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ജോലി സംബന്ധമായതാകാം അല്ലെങ്കിൽ തീർത്ഥാടന സംബന്ധമായതും ആകാവുന്നതാണ്.
ഇത് പറയാൻ കാരണം ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ജോലി സംബന്ധമാകാം, എന്നാൽ മുതിർന്നവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ തീർത്ഥാടന സംബന്ധവും ആകാനും മതി. എന്തായാലും വളരെ നല്ലൊരു ജീവിതാന്തരീക്ഷം വന്നു ചേരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. ഇനി അടുത്ത രാശി ചിങ്ങം രാശി. ഇതിൽ വരുന്ന മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ നേർരേഖയിലുള്ള സഞ്ചാരം എപ്രകാരം ഫലം ചെയ്യുമെന്ന് നമുക്കിനിയൊന്ന് നോക്കാം. നിങ്ങൾക്ക് 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴമാണ് നിങ്ങളുടെ 10ാം ഭാവത്തിൽ വക്രത്തിലിരുന്ന ശേഷം ഇപ്പോൾ നേർരേഖയിലേക്ക് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കർമ്മരംഗത്ത് എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതായത് നിലവിൽ ഒരു സ്ഥിര വരുമാന ജോലി നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി ഉണ്ടെങ്കിൽ അതിൽ വളരെയധികം പ്രശസ്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്നു ചേരും. ഇനി അതല്ല, പുതിയൊരു തൊഴിലിന് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചത് പ്രകാരമുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് ഉന്നത അധികാരികളിൽ നിന്നും സ്വീകരണങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മമേഖലയിൽ അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ ഉതകുന്ന ഒരു അപൂർവ അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഇതിനെ തുടർന്ന് മെയ് 14 വ്യാഴമാറ്റവും അങ്ങനെ തന്നെയാണ്. ഇത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് ജോലിയുള്ള വ്യക്തിയാണെങ്കിൽ വൻ ധനനേട്ടത്തിനാണ് നിങ്ങൾക്ക് അവിടെ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പരിഹരിക്കാനും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യവും സമാധാനവും ഉണ്ടായി കിട്ടുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് സംജാതമാകുന്നത്. വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വിഷയങ്ങളിലാണെങ്കിലും പാഠ്യേതര വിഷയങ്ങളിലാണെങ്കിലും ശരി അത്യപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ മുതിർന്നവർക്ക് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വരികയും അതുമൂലം ദൂരദേശത്തുള്ള ദേവാലയ ദർശനങ്ങൾ സന്ദർശിക്കാൻ അവസരങ്ങൾ സംജാതമാകാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ വസ്തു, വാഹനം, ആഭരണങ്ങൾ എന്നിവ നിങ്ങൾക്കിപ്പോൾ ഫ്രഷായിട്ട് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ പുതിയത് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനോ യോഗമുണ്ടായിത്തീരും എന്നാണ് കാണുന്നത്. ഇനി അടുത്ത രാശിയായിട്ട് വരുന്നത് കന്നിരാശി. ഈ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് 4ഉം 7ഉം ഭാവാധിപനായിരുന്ന വ്യാഴമാണ് ഭാഗ്യഭാവത്തിൽ വക്രഗതി മാറി ഇപ്പോൾ നേർരേഖയിലേക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയം ശുക്രൻ 7ാം ഭാവത്തിൽ പരിവർത്തനത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ഈ കുടുംബത്തിൽ നല്ല മനസമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുമെന്നാണ് കാണുന്നത്. ഈ വസ്തു, വീട്, വാഹനം എന്നിവയിൽ നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഈ വിഭാഗത്തിൽ വരുന്ന സമ്പത്തുകൾ അനുഭവിക്കാനോ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ വ്യാഴം ശുഭസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് സൽബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിസ്ഥലത്താണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ശരി നല്ല പേരും പ്രശസ്തിയും ഉണ്ടാക്കിയെടുക്കാൻ അവസരങ്ങൾ വന്നു ചേരും. ഒന്നിലധികം ജോലിയിൽ ഒരേ സമയം ഏർപ്പെടാനോ അല്ലെങ്കിൽ അതിൽ നിന്നും വരുമാനം വന്നു ചേരാനോ ഇതിനോടൊപ്പം യോഗം കാണുന്നുണ്ട്. അതിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ദിനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇത് പറയാൻ കാരണം പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കാനും അതുവഴി അധ്യാപകരുടെ പ്രത്യേക പ്രശംസ നിങ്ങളെ തേടി വരാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതിലിപ്പോൾ എഴുത്തുകാരാവട്ടെ, ഗ്രന്ഥകാരന്മാരാകട്ടെ, അല്ലെങ്കിൽ ഈ പ്രഭാഷണം നടത്തുന്ന ആളുകാരാകട്ടെ, നിങ്ങൾക്ക് പേരും പ്രശസ്തിയും അംഗീകാരങ്ങളും വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെല്ലാം അത് നിങ്ങൾക്ക് അവസാനിച്ച് നല്ല സ്വസ്ഥതയും സമാധാനത്തോടും കൂടി മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ പലവിധം മംഗളകർമ്മങ്ങൾ നടക്കും. പ്രത്യേകിച്ചും ഈ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന യുവതി യുവാക്കൾക്ക് അവർ ആഗ്രഹിച്ചതുപോലുള്ള വിവാഹ ബന്ധം വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ദൈവാധീനം വേണ്ടുവോളം വർദ്ധിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും എപ്പോഴും നിലനിർത്താൻ കഴിയുന്നൊരു അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് പൊതുവെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന രാശി തുലാം രാശി. ഈ രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാർക്ക് വ്യാഴ ശുക്ര പരിവർത്തന യോഗം എന്തെല്ലാം ഗുണങ്ങളാണ് വരുത്തി വയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് 3ഉം 6ഉം ഭാവാധിപനായ വ്യാഴമാണ് വക്രഗതി മാറി നേർരേഖയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 6ാം ഭാവാധിപനായ വ്യാഴവും അഷ്ടമാധിപനായ ശുക്രനും പരിവർത്തന യോഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നിങ്ങളുടെ കർമ്മരംഗമാണ്. പ്രത്യേകിച്ചും ഇതിലെ ഈ തൊഴിലന്വേഷകർക്ക് 2ഓ അതിലധികമോ കമ്പനികളിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള തൊഴിൽ മേഖലയിൽ നിന്നോ അവസരങ്ങൾ അറിയിച്ചുകൊണ്ട് അനുമതി ലെറ്റർ കിട്ടുന്നതാണ്.
പ്രത്യേകിച്ചും ഇത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഉന്നത ശമ്പള സ്കെയിലിൽ സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിക്കാൻ നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി അവസരം ഒരുക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ ഈ ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ചും ഈ കച്ചവടങ്ങൾ നടത്തുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനനേട്ടം കൈവരിക്കാൻ അപൂർവമായിട്ടുള്ള അവസരമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഇതിപ്പോൾ മാത്രമല്ല, വ്യാഴമാറ്റം നടക്കുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ കടം കൊടുത്ത സംഖ്യകൾ തിരികെ ലഭിക്കാൻ നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഈ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ദീർഘദൂര യാത്രകളും സഫലമാകാൻ യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഉണർവുണ്ടായി കിട്ടുമെന്നാണ് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത്, വലിയൊരു തുക നിങ്ങളുടെ കൈവശം വന്നു ചേരാൻ യോഗമുണ്ടായി തീരും. അതിപ്പോൾ ലോട്ടറി അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക പോലുള്ള വലിയൊരു സംഖ്യ നിങ്ങളെ കാത്തിരിപ്പുണ്ട്, അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. അതായത് ഇപ്പോൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളും അസ്വസ്ഥതകളെല്ലാം അത് വലിയൊരു പരിധിവരെ കുറഞ്ഞു കിട്ടാനോ അല്ലെങ്കിൽ അത് പരിച്ഛേദം മാറിപ്പോകാനോ നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റത്തോടു കൂടി യോഗമുണ്ടായിത്തീരും. ഇനി അടുത്തതായിട്ട് വരുന്ന രാശി വൃശ്ചികൻ രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ വിശാഖം, അനിഴം, തൃക്കേട്ട. നിങ്ങൾക്ക് 2ഉം 5ഉം ഭാവാധിപനായ വ്യാഴമാണ് 7ാം ഭാവത്തിൽ വക്രഗതി മാറി ഇപ്പോൾ നേർരേഖയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 7ാം ഭാവാധിപനായ ശുക്രനും 5ാം ഭാവാധിപനായ വ്യാഴവും പരിവർത്തന യോഗത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണത്താൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും അത് അനുഭവത്തിൽ നടത്തിയെടുക്കാനുള്ള അവസരങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യാഴമാറ്റത്തോടു കൂടി സംജാതമാകും. പ്രത്യേകിച്ചും വ്യാഴം നിങ്ങൾക്ക് പരിപൂർണ അനുകൂലവാനായതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കാനും അതുവഴി ഏറ്റവും ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. പ്രത്യേകിച്ചും ഇതിൽ ഈ വിവാഹാലോചനകൾ അത് നിരവധി വന്നിട്ടും അത് തടസ്സപ്പെട്ട് നിൽക്കുന്ന യുവതിയുവാക്കൾക്ക് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചതുപോലുള്ള വിവാഹ ബന്ധം ഇതോടുകൂടി ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അതിനെ തുടർന്ന് വിദേശയാത്രാ ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ കുടുംബത്തിൽ പല വിധത്തിലുള്ള മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും യോഗമുണ്ടായി തീരുമെന്നാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മരംഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങൾ വന്നു ചേരും. നിലവിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ മറ്റൊരു സൈഡ് ബിസിനസ് കൂടി ആരംഭിക്കാനുള്ള അവസരങ്ങളും നിങ്ങളെ തേടി വരുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിലേക്കൊന്ന് നോക്കിയാൽ പ്രത്യേകിച്ചും ഈ ദമ്പതികളുടെ ഇടയിൽ ഇതുവരെ ഉണ്ടായിരുന്ന വാക്ക് തർക്കങ്ങളെല്ലാം മാറി ഒരു സമന്വയ സമീപനം സ്വീകരിക്കാനുള്ള ഒരു മാനസിക ഐക്യത്തിൽ നിങ്ങൾ എത്തിച്ചേരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ വളരെയധികം സാമൂഹിക ബന്ധങ്ങൾ അത് നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള ഒരു ഉത്തമ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന രാശി ധനുരാശി. ഇതിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജന്മരാശ്യാധിപനും 6ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് ഇപ്പോൾ 6ൽ വക്രഗതി മാറി നേർരേഖയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6ാം ഭാവാധിപനായ ശുക്രനും 4ാം ഭാവാധിപനായിട്ടുള്ള വ്യാഴവും പരിവർത്തന യോഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ കർമ്മമേഖലകളിൽ നിലനിന്നിരുന്ന ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ പരിഹരിച്ചെടുക്കും. അതിനോടൊപ്പം നിങ്ങളുടെ പ്രായോഗിക ബുദ്ധി ഉപയോഗിച്ച് പലവിധ നേട്ടങ്ങളും ഈ കർമ്മരംഗത്ത് നിന്നും കരസ്ഥമാക്കാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ശത്രുശല്യം വളരെയധികം കുറഞ്ഞു കിട്ടുകയോ അല്ലെങ്കിൽ പരിപൂർണമായി മാറിക്കിട്ടാനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ഈ ദീർഘദൂര സഞ്ചാരങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് കൊണ്ട് അതിൽ നിന്നും പ്രതീക്ഷിച്ചതിലും ഉപരി ധനാഗമനം ഉണ്ടാക്കിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മീയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം താല്പര്യങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. മാത്രവുമല്ല, ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശിസ്സുകൾ നിങ്ങൾ നേടുന്നത് കൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും ഒരു മേൽക്കൈ നിങ്ങൾക്ക് നേടിയെടുക്കാൻ യോഗമുണ്ടായിത്തീരുമെന്നാണ് കാണുന്നത്. അതുപോലെ ദീർഘനാളായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി നല്ല മാനസികവും ശാരീരികവുമായിട്ടുള്ള ഉന്മേഷം, അതുപോലെ തന്നെ ഉന്മേഷം മാത്രമല്ല നല്ല പ്രസരിപ്പും അതിനോടൊപ്പം നേടിയെടുക്കാനും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുമെന്നാണ് കാണുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന രാശി മകരം രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം
എന്നീ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ 3ഉം 12ഉം ഭാവാധിപനായ വ്യാഴമാണ് ഇപ്പോൾ 5ാം സ്ഥാനത്തേക്ക് വക്രഗതി മാറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 5ാം ഭാവാധിപനായ വ്യാഴവും 3ാം ഭാവാധിപനായ ശുക്രനും പരിവർത്തന യോഗത്തിലാണ്. അപ്പോൾ അതിനാൽ ഈ ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ മാനസിക ശേഷിയും നിങ്ങൾ കൈവരിക്കുമെന്നാണ് കാണുന്നത്. പ്രത്യേകിച്ചും ധനമിടപാട് നടത്തുന്നതിനും മറ്റ് ബന്ധുക്കളുടെ ഇടയിൽ ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷം നിങ്ങൾ സ്വമേധയാ സൃഷ്ടിച്ചെടുക്കുന്നതിലൂടെ പല വിധത്തിലുള്ള അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരും. അതുപോലെ തന്നെ നിങ്ങളിൽ ഈ ആത്മജ്ഞാനം വർദ്ധിക്കുന്നത് കൊണ്ട് അധ്യാപനം, അതുപോലെ തന്നെ കൂട്ടങ്ങളുടെ അധിപനായി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലകൾ, ഈ രംഗങ്ങളിലെല്ലാം ഇരട്ടിയിലധികം സമ്പാദ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഈ ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹങ്ങൾ അത് ഈ വ്യാഴത്തിൻ്റെ ആ നേർരേഖയിലുള്ള സഞ്ചാരം മൂലം നിങ്ങൾക്കെല്ലാം അനുകൂലമായി തീരും എന്നാണ് കാണുന്നത്. ആ വീട്, വസ്തു, വാഹനം എന്നിവയിൽ ധനം മുടക്കാനോ അല്ലെങ്കിൽ അത് കരസ്ഥമാക്കാനോ ഇതിനോടൊപ്പം യോഗങ്ങൾ ഉണ്ടായിത്തീരും. അതിന് അടുത്തതായി വരുന്ന രാശി കുംഭം രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. നിങ്ങൾക്ക് 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ഇപ്പോൾ 4ാം ഭാവത്തിൽ നേർരേഖയിലേക്ക് വന്നിരിക്കുകയാണ്. മാത്രവുമല്ല 2ാം ഭാവാധിപനായ വ്യാഴവും 4ാം ഭാവാധിപനായ ശുക്രനും പരിവർത്തന യോഗത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു കുടുംബ ബന്ധം പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത്. ഇത് കുടുംബത്തിലാകാം, അല്ലെങ്കിൽ സമൂഹത്തിലോ ജോലിസ്ഥലത്തോ ആകാവുന്നതാണ്. എന്തായാലും നിലനിന്നിരുന്ന വാക്ക് തർക്കങ്ങളെല്ലാം പരിഹരിച്ച് ഒരു സ്വസ്ഥമായ ജീവിതാന്തരീക്ഷം നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ ശുഭദൃഷ്ടി പ്രദാനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതുപോലെ തന്നെ ദീർഘനാളായി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഇതോടുകൂടി നിങ്ങൾ സ്വമേധയാ കണ്ടെത്തും എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതുമാത്രവുമല്ല, ബന്ധുക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്നോ പല വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട്. ഇതിൽ വിദ്യാർത്ഥികൾക്കും ഗ്രന്ഥകാരന്മാർക്കും അതിനോടൊപ്പം എഴുത്തുകാർക്കും അവരുടെ രചനകൾ ആശ്ചര്യകരമാം വിധം സമൂഹം സ്വീകരിക്കുന്നതും അതുവഴി നിങ്ങൾക്ക് പേരും പ്രശസ്തിയും വന്നു ചേരാനും യോഗം കാണുന്നുണ്ട്. നിങ്ങളുടെ വിദേശയാത്രാ ഭാഗ്യം അത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരുന്നതുകൊണ്ട് അതിയായ ആഹ്ലാദവും സംതൃപ്തിയും അനുഭവിക്കാനും യോഗമുണ്ടായിത്തീരും. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വസ്തു, വീട്, വാഹനം എന്നിവയിൽ നിങ്ങൾ പണം മുടക്കാനോ നിങ്ങൾക്ക് അവസരങ്ങൾ വന്നു ചേരും. ഈ ആരോഗ്യ സംബന്ധമായിട്ട് നിങ്ങൾ ഏറെക്കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെല്ലാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തമ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സാധിക്കുമെന്നാണ് കാണുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്ന രാശി മീനം രാശി. ഇതിൽ വരുന്ന നക്ഷത്രക്കാർ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് സ്വന്തം രാശിയധിപനും 10ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴമാണ് ഇപ്പോൾ 3ാം ഭാവത്തിൽ വക്രഗതി മാറി നേർരേഖയിൽ സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ വ്യാഴ ശുക്ര പരിവർത്തന യോഗവും നിങ്ങൾക്ക് രൂപപ്പെടുന്നുണ്ട്. അതിനാൽ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നും പല വിധത്തിലുള്ള ധനാഗമന യോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പരിവർത്തന യോഗം ഉള്ളതുകൊണ്ട് ധൈര്യം, വീര്യം, മത്സരബുദ്ധി എന്നിവ പ്രകടിപ്പിക്കാൻ തീർച്ചയായിട്ടും ഒന്നിലധികം അവസരങ്ങൾ വന്നു ചേരും. അതുമാത്രവുമല്ല, അതിനെ തുടർന്ന് ഈ മത്സര പരീക്ഷകളിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പല വിധത്തിലുള്ള അംഗീകാരങ്ങളും ബഹുമതികളും അവരെ തേടി വരുന്ന ഒരു സുലഭമായിട്ടുള്ള കാലഘട്ടമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ധനസംബന്ധമായി നിലനിന്നിരുന്ന സകലവിധ ബുദ്ധിമുട്ടുകളും മാറി പല വിധത്തിലുള്ള നിക്ഷേപ സംരംഭങ്ങളിലെല്ലാം ധനം നിങ്ങൾക്ക് ഘട്ടഘട്ടമായി നിക്ഷേപിക്കാനുള്ള അവസരങ്ങൾ സംജാതമാകാനുള്ള യോഗം തീർച്ചയായിട്ടും ഈ വ്യാഴമാറ്റത്തോടു കൂടി വന്നു ചേരും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ദീർഘകാലമായിട്ട് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗാവസ്ഥകൾക്ക് ഇതോടുകൂടി ഒരു ശമനം വന്നു ചേരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലെടുത്ത് പറയാനുള്ളത്, ഇതിൽ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ ആഗ്രഹം സഫലമാകാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ അവർക്ക് സംജാതമായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇതിൽ ശുക്രൻ്റെ ദൃഷ്ടി വെച്ച് പറയുമ്പോൾ വിവാഹശേഷം വിദേശ പര്യടനത്തിനും നിങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മീനം രാശിക്കാർക്ക് വേണ്ടിയിട്ട് എടുത്തു പറയാനുള്ളത്. ഇപ്പോഴിവിടെ ഈ വ്യാഴം നേർരേഖയിൽ സഞ്ചരിക്കുന്നത് മൂലം 12 രാശികളിലായി വരുന്ന 27 നക്ഷത്രക്കാരുടെയും വ്യാഴ ശുക്ര സംയോഗം എപ്രകാരമാകുമെന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.